പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഹിഡൻ ക്യാമറയുള്ള കണ്ണട ഉപയോഗിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഗുജറാത്ത് സ്വദേശിയായ സുരേന്ദ്ര ഷായെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തിരുവനന്തപുരം ഫോർട്ട് പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത്. അഞ്ജു, ഇയാളെ ചോദ്യം ചെയ്തോ? എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ഹിഡൻ ക്യാമറയുള്ള കണ്ണട വച്ച് അവിടെ വരുന്നതിന് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്താണ് മനസ്സിലാക്കുന്നത്? ലക്ഷ്മി, ഇന്നലെ വൈകിട്ട് 4:30 കൂടിയാണ് ഈ ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശിയായിട്ടുള്ള ഇദ്ദേഹം, അതായത് സുരേന്ദ്ര ഷായും കുടുംബവും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ക്ഷേത്ര ജീവനക്കാരാണ് ഈ കണ്ണടയിൽ ചില സംശയങ്ങൾ തോന്നിയത്. പരിശോധിച്ച ഘട്ടത്തിൽ അതിൽ ക്യാമറ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ ഫോർട്ട് പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തതാണ്. ഫോർട്ട് പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ ഈ കണ്ണടയ്ക്കുള്ളിൽ ഒരു ഹിഡൻ ക്യാമറ കാണുകയും ചെയ്തു. അതിന് ചോദിച്ച ഘട്ടത്തിൽ ഈ സുരേന്ദ്ര ഷാ പറഞ്ഞത് താനൊരു ഫാഷന്റെ ഭാഗമായിട്ട് വെക്കുന്നതാണ്, എല്ലായിടത്തും പോകുമ്പോൾ ഈ കണ്ണട ധരിക്കാറുണ്ട്, താനൊരു ഇലക്ട്രോണിക്സ് കട നടത്തുന്ന ഒരു ഉടമ കൂടിയാണ്, അല്ലാതെ മറ്റൊരു ഉദ്ദേശത്തിന്റെ പുറത്തല്ല ഇത് വെച്ചത് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ള ക്ഷേത്രമാണ്. അവിടെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഒപ്പം മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉൾപ്പെടെ നിരോധിച്ചിട്ടുമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഹിഡൻ ക്യാമറ വെച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഫോർട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.